ഇപ്പം നമ്മളെ വീഡിയോസ് ഏറ്റവും പ്രേക്ഷകർ പെണ്ണുങ്ങളാണല്ലോ. ഏറ്റവും ലേഡീസ് നമ്മൾ കൂടുതൽ വീഡിയോ കാണുന്ന സമയം ഏറ്റവും പെൺകുട്ടികൾ ഫ്രീ ആകുന്ന സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞ് ഒന്നെങ്കിൽ 1:30 മണി സമയം അല്ലെങ്കിൽ 2:30 സമയം. അത് മുതൽ ഒരു വൈകിട്ട് 4 മണി വരെ അല്ലെങ്കിൽ ആ സമയമാണ് അവരെ ഒരു ഫ്രീ ഉള്ളത്. അത് ഒന്നുകിൽ അവർ ഉറങ്ങുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യില്ല. ചില സമയങ്ങളിൽ നമുക്ക് BGM മറ്റൊക്കെ എന്തെങ്കിലും ഷോർട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റ് ഇഷ്യൂ നമുക്ക് യൂട്യൂബ് പോസ്റ്റ് ചെയ്തതിനു ശേഷം കാണിക്കണമെങ്കിൽ രണ്ടാമത് ഈ പ്രശ്നം വരികയാണെങ്കിൽ സ്പോട്ട് ചെയ്യാൻ ടൈം വെച്ചിട്ടാണ് വൈകുന്നേരം 6 മണി ആ സമയം ചെയ്യില്ല. പക്ഷെ എന്നാലും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരു ഡേ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും 1:30 രാവിലെ. സൺഡേകളാണെങ്കിൽ രാവിലെ 8:30 മണി നമുക്ക് കിടന്ന് ഉറങ്ങി എണീക്കുന്ന സമയം നോക്കിയാൽ മതി. ഞായറാഴ്ചകളിൽ ഞായറാഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്യില്ല. ഞായറാഴ്ച പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും പറയുള്ളത് ഞായറാഴ്ച പോസ്റ്റ് ചെയ്യണമെങ്കിൽ രാവിലെ 8 മണി 8:30 പോസ്റ്റ് ചെയ്യണം. കാരണം നമ്മളൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം. മറ്റേ നമ്മൾ രാവിലെ 6:30 എണീക്കും. അന്ന് നമ്മൾ 7 മണി 7:30 1 മണിക്കൂർ കൂടുതൽ കിടന്നുറങ്ങും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇന്ന് കാണുമ്പോൾ കാണും. ആ ടൈം നോക്കിയാൽ മതി. ആളുകളുടെ മറ്റേ എങ്ങനെ കാണുന്നൊക്കെ നോക്കിട്ടാ ആൾക്കാരെ മനസ്സിലാക്കി ഇന്ന് പോസ്റ്റ് ചെയ്തു. ഇന്നിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇന്ന് നിസു ചെയ്തു. മറ്റന്നാളെ നാളെ ആരെയും കണ്ടാ പറയും എല്ലാവർക്കും വീഡിയോ എന്ന് അറിയണം. നിങ്ങളിത് പറ്റ നിർത്തിയ കാണൂല. വെറുതെ കണ്ടാൽ ആളുകൾക്ക് ചോദിക്കാനുള്ള അല്ല പരിപാടിയൊക്കെ നിർത്തിയാ വീഡിയോ ഒന്നും ഇല്ലപ്പോ കൊറേ കാലം ഷൂട്ട് കഴിഞ്ഞു പോവാ അപ്പോഴും ചോദിക്കാം കൊറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഇറങ്ങണില്ലേ. ഓരോ അധികം ആദ്യം 4 ദിവസം പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ പാത്തുവിനെ ഡെയിലി പരപ്പനാടി പോയിരുന്നതും പിന്നെ അവളെ മക്കളൊക്കെ പഠിക്കുന്ന സമയമല്ലേ. അപ്പൊ ശനി ഞായർ ഷൂട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ടൈമിംഗ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് പൈസ കട്ടാണ് ഈ വർഷം കട്ട്. കാരണം 15 ക്യാഷ് ലീവ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് 17, 18, 25, 26 ഒക്കെ കഴിക്കണേ. അല്ല ഒന്നാമത് ഇപ്പൊ ഞങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് പറഞ്ഞാല് ഒന്ന് പാത്ത് ദുബായിൽ പോയി. പിന്നെ പാത്ത് പെട്ടെന്ന് വരാണ്ട് പോയി കാരണം അവിടെ നിന്ന് ചെക്കനെ കൂടെ കൂടിയിട്ട് ശരിയാണ്. ഞാൻ വൈഫിനോട് നോക്കിയപ്പോ വീഡിയോയുടെ കാര്യത്തിൽ നോക്കാം. ഞാൻ എന്താ പറയുക വാ കണ്ടൂടെ മുത്തം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പോയ സമയത്ത് ഞങ്ങൾ നേരത്തെ വീഡിയോ 11 വീഡിയോ 12 വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചു. അത് ഏറ്റവും നല്ല കാര്യം. അൻബീസിന് പോകുന്ന പറഞ്ഞേ ഞങ്ങൾക്ക് ഉറപ്പായി ഓള് റെഡിയാണ് പോവാന്. അപ്പൊ ഈ അൻബീസ് വീഡിയോ ആണല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ട കുറഞ്ഞ ദിവസം ലീവ് എടുത്തു. പിന്നെ നോമ്പിന് വീഡിയോ പറഞ്ഞു. നോമ്പ് ചൂടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. നല്ല തളർച്ച. ഞങ്ങൾ നോമ്പിലല്ലേ. നാസ് നോമ്പ് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ നോമ്പില്ല. ഞങ്ങൾ നോമ്പായതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അപ്പൊ പരമാവധി കുറച്ചാണ് വീഡിയോ നോമ്പിന്. നമ്മളെ വീഡിയോ ഒക്കെ ഓട്ടം ചാട്ടവും അടികൊണ്ട് ഓടുന്നതും ഒക്കെ അങ്ങനെ നിന്നോർത്ത് സംസാരിക്കുന്ന വിഷയമല്ല. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഓടുന്നതും ചാടുന്നതും എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് സ്ക്രീനിൽ എപ്പോഴും അങ്ങനെ വേണം. ഇങ്ങനെ സൈലന്റ് നോമ്പായിട്ട് വരെ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ. ഞങ്ങളെ കൂടെ മുസ്ലിംസ് ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങള് എല്ലാരും ഉണ്ടാവില്ല മറ്റു മതക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് ജ്യൂസ് ആയിട്ട് വന്നപ്പോ ലാസ്റ്റ് ലൊക്കേഷൻ ഞങ്ങള് 4:30 സമയമാണ്. ആകെ വെള്ളമൊക്കെ വറ്റി ആകെ ഇങ്ങനെ തയ്യാറായിക്കണ സമയത്ത് ഇല്ലടി ബെന്നിക്കും ചേച്ചിക്കും ഷേദക്കും ജ്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നേ. അതാ വീട്ടിന്ന് ഞങ്ങളെ മുന്നിൽ ഞാൻ ആദ്യം ആക്കിയിട്ടില്ല. ഇവര് ആക്കിയിട്ടുണ്ടാവും. അതാണ് പറയണത്. അവര് കുടിച്ചില്ല. അവര് ടെൻഷൻ ഒരു നോമ്പാണെങ്കിൽ കഴിക്കലില്ല. അങ്ങനെ രണ്ട് കിലോ ഭയം കഴിച്ചത് ഞങ്ങളെ മുന്നിൽ കഴിക്കലില്ല. നോമ്പിനോട് റെസ്റ്റ് എടുത്തിട്ടില്ല. അവിടെയും നിങ്ങൾ ഹാർഡ് വർക്കിംഗ് വെരി ഇമ്പോർട്ടന്റ്. അത് ഇത് ചെയ്യാൻ നിർബന്ധമാണ്. അല്ലാതെ ഔട്ടാവും. ഇഷ്ടംപോലല്ലേ ഫീൽഡിൽ പുതിയ ആൾക്കാർ വരുന്നു. നിങ്ങളുടെ ഫേസ് എപ്പോഴും നിലനിൽക്കാന്ന് വെച്ചാൽ അതിന് പുറകെ ഹാർഡ് വർക്ക് വേണം. അപ്പൊ അടുത്ത ചോദ്യം, ഷൂട്ടിങ്ങിന് മുൻപ് റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാ ഈ കൂട്ടത്തില്? നമ്മളെ ക്യാമറാമാൻ വന്നിട്ടില്ല. പെട്ടെന്ന് ആഴ്ച വിളിച്ചിട്ടില്ല. ഫോട്ടോ വെട്ടി ഒട്ടിക്കാം പറയുമ്പോ എല്ലാവർക്കും അറിയും. ആള് സ്വന്തം വേറെ വ്ലോഗ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആളെന്താ ലേറ്റ് ആവണേ? ലേറ്റ് ആയി വരുന്നതാണോ? അത് അയാൾ ഉറങ്ങുന്നത്. അയാൾ ഏറ്റവും വണ്ടിഭ്രാന്തനാണ്. നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ പുറത്തൊരു ബെൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ
ഓളെ ഞാൻ പോരട്ടാറാണ് വായിച്ചു പോകും. അല്ല ഓൻ പറഞ്ഞില്ലേ ഞാൻ ഓളായിട്ട് പോകുന്ന. അല്ല ഞാൻ അത്രയും വണ്ടി ഭ്രാന്ത് പറഞ്ഞത്. വണ്ടിയാണ് അയാൾ മെയിൻ, ഏത് കാര്യത്തിനും വണ്ടി. അപ്പൊ ഈ രാത്രി ഫുൾ ടൈം ആണ് ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നല്ല നല്ല വലിയ അടിപൊളി വണ്ടികളുണ്ട്. BMW ഓടിയേക്കാൻ സുഹൃത്തുക്കൾ നല്ല വണ്ടികളുണ്ട്. അപ്പൊ അതില് അത് ഭയങ്കര ക്രേസാണ്. അതില് ഇപ്പൊ അവിടെ വന്ന ഇങ്ങോട്ട് പറയും അതൊക്കെ ഉണ്ടാക്കും. അത്രത്തോളം വണ്ടി ഭ്രാന്താണ്. അപ്പൊ ഈ രാത്രി 1 മണി 2 മണി വരെ അയാൾ പുറത്ത് വണ്ടിക്ക് ഇറങ്ങി, പിന്നെ കിടന്നുറങ്ങി 3-3:30 ഉറങ്ങണേ 4 മണിയാവും, പിന്നെ എണീറ്റ് വരുമ്പോ 10-11. നമ്മൾ ഷൂട്ട് 9 മണിയാകുമ്പോഴത്തേന് പറയുന്ന ഷൂട്ടിന് ഇങ്ങനെ ചെയ്യണ ഇങ്ങനെ ഉറങ്ങും. ആൾ ഉറങ്ങും. നിന്നുറങ്ങും. അതാണ് അവസ്ഥ. ആർട്ടിസ്റ്റ് നേരത്തെ എത്തും, ക്യാമറമാൻ ലേറ്റ് ആയി വരും, എന്നിട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഉറങ്ങും. ഇതാണ് സ്ഥിരം പരിപാടി. ഡയറക്റ്റ് ചെയ്യുന്ന ക്യാമറമാൻ ഡയറക്ഷൻ ക്യാമറ കൂടിയാണ്. ഒരു കയ്യില് പേപ്പർ, ഒരു കയ്യില് ക്യാമറ. നിങ്ങൾക്ക് ഇത് പഠിക്കുകയും ചെയ്യാം, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഭാവിയിൽ സിനിമ ചെയ്യും. ഓക്കെ, വളരെ സീരിയസ് ആയ ഒരു സീൻ എടുക്കുമ്പോ പെട്ടെന്ന് ചിരിച്ച് കൊളാക്കുന്ന ആരാ ഈ കൂട്ടത്തില്? അത് പാത്തു. അത് പാത്തു. ലാസ്റ്റ് മറ്റേ പഞ്ചായത്ത് ചിരിക്കാൻ സമയം കൊടുക്കൂലേ? എപ്പോഴും അത് ഈ വർക്ക് മാത്രല്ല, ഏത് സീരിയസ് വിഷയം മാത്രല്ല, ഏത് വിഷയത്തിലായാലും ചിരി വന്നാല് ചിരിച്ചതിന് ശേഷം പിന്നെ തീർത്താളാണ്. അത് തീർത്താ പിന്നെ ഓക്കെ. അതല്ല ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനൊക്കെ ചിരിച്ചു പോയി. കാരണം ഈ പല്ല് കാണിച്ചിട്ട് തേങ്ങാപ്പൂള് തരണം, തേങ്ങാപ്പൂള് എന്ന് പറഞ്ഞു. അത് എനിക്കും ചിരി ചിരിച്ചങ്ങനെ അതായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ നോക്കി, കാരണം ബാക്കിൽ നിന്ന് ക്യാമറ വെച്ചിരുന്നത്. അപ്പൊ മുകളിൽ കിട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ അത് ഏറ്റവും ചിരിച്ചങ്ങളുടെ കൂടുതൽ ചിരിച്ചു സംഭവം. ആ സീൻ നമുക്ക് ചിരിക്കുമ്പോ നോക്കിക്കൊണ്ട് കെട്ടിക്കുമ്പോഴേ വേദന ഇങ്ങനെ വരും. അപ്പൊ ചിരിച്ചങ്ങ് തീർത്താ പിന്നെ കുഴപ്പമില്ല. അങ്ങനത്തെ ആ ചേച്ചി തീർത്താൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വിചാരിച്ചാല് ഓക്കെ ആയി മൈൻഡ് ഫ്രീ ആയി വിചാരിച്ചാ ഒന്നും നോക്കണ്ട, ആ ഫ്ലോയിൽ അങ്ങനെ പോകും. അതിന് മൈൻഡ് എന്താ അറിയോ, കുട്ടികളെ ചെറിയ ഉണക്കമുന്തിരില്ലേ ഓർമ്മല്ലേ? ചെറിയ ബേബി ആൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്, ഭയങ്കര ഫാൻസ്. അതിലത്തെ വീഡിയോ കമന്റ് ഇഷ്ടംപോലെ. അയ്യോ, അവരെ കുറിച്ച് എല്ലാവരും നിങ്ങൾ ആരും കണ്ടില്ല. ഓക്കെ, അടുത്തത് ഒരാൾ എഡിറ്റിംഗ് തിരക്കിലായിരിക്കുമ്പോ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആരായിരിക്കും? അവന്റെ വൈഫ്. മൂവി കളിക്കണ്ട, അത് അയാൾക്ക് ഏറ്റവും മെയിൻ കൂടുതൽ ഉറക്കാണ്. ഇങ്ങനെ അടിച്ചുതരാൻ പോണ ബെഡ് ഇങ്ങനെ കണ്ട അവിടെ പോയി ഉറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് പുഷ്പൊക്കെ അങ്ങനെ. അത് പെണ്ണുങ്ങൾ സാധാരണ ഉള്ള സംഭവമാണ്. ഉറങ്ങണ്ടേ. അതിപ്പോ ഇന്നലെ എന്നോട് പറഞ്ഞേ, എന്നും പറഞ്ഞാണ് ഈ 10-14 വർഷം കല്യാണം കേട്ട് അന്നൊക്കെ പറഞ്ഞാണ് സമയത്ത് 9 മണിക്ക് വീട്ടിൽ കയറണം. ഇന്നലെ ഒരു സംഭവം ഇല്ലായിരുന്നു. എന്നോട് വെറുതെ വേണ്ടേ രാവിലെ പറഞ്ഞിരുന്നു ഇന്ന് 10 മണിക്ക് കയറുന്നു ഉറങ്ങോട്ടോ പറഞ്ഞു. അപ്പൊ വൈകിട്ടപ്പോ എനിക്കൊരു എന്തൊക്കെ വെറുതെ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു മൂഡ് ഓഫ് ആയി ചെയ്യണ്ടേ അങ്ങോട്ടല്ലോ. എന്താ പെണ്ണും കാട്ടുണ്ടാകുന്ന സംഭവം പെണ്ണുങ്ങൾ പറഞ്ഞു മാത്രമേ ഞങ്ങൾക്ക് മാത്രമുള്ള പറഞ്ഞ വിഷയമാണ് ആ വിഷയം. അപ്പൊ ഞങ്ങൾക്ക് എന്തറിയില്ല ഭയങ്കര മൈൻഡ് ഔട്ട് ആയിട്ട് ഞാൻ 10 മണിക്ക് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു പോകാൻ എനിക്ക് റാത്ത. ഞാൻ മാഷിനെ വിളിച്ച് ഒറ്റക്ക് കഴിച്ചത് അത് ഇന്നലെ. അപ്പൊ ഇന്നലെ വെക്കാണ്ട് ഞാൻ ലാസ്റ്റിക്ക് പിന്നെ കഴിച്ചു. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കിടന്നപ്പോ ഏകദേശം 12 മണിട്ടാണ് കിടന്നിട്ട് ഫിറ്റ് ആക്കണ്ടേ. ഇരിണ്ട് ഞാൻ എന്താ കാട്ടി പുതപ്പ് നേരത്തെ ഇങ്ങനെ തിരിഞ്ഞാണ് കിടന്നു. പിന്നെ അതേപോലെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ പറഞ്ഞേ നിങ്ങൾ എന്ത് ചെയ്യേ ഇന്നലെ 10 മണിക്ക് ഇത് നേരത്തെ തരാൻ സമയമില്ല. ഇത് അതല്ല, ഇത് അങ്ങനെയാണ്. അയാൾക്ക് മെയിൻ ഉറക്കണം. അയാൾക്ക് അതിന് അയാളെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. രാത്രി നട്ടപാതിരാക്കി പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്ക് ഡോർ ഒന്ന് വിടാൻ തുറക്കല്. അല്ല ഞാൻ ചോദിക്കാം, ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കുന്നത് ഒന്ന് കെട്ടിയവൻ ഒരു 9 മണിയാകുമ്പോ ഒന്ന് റൂമിൽ കയറി കിടന്ന് ഉറങ്ങുന്നത് കാണാം. വന്നാ അപ്പ പറയും ജ്യൂസ് ലൈം, ജ്യൂസ് ലൈം, ബത്തക്ക കുടിച്ചോടുന്ന പൈനാപ്പിൾ ജ്യൂസ്. 1 മണിക്ക് എന്നാലും ജ്യൂസ് അല്ല ഓളെ കണ്ട ജ്യൂസ് 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 ഞങ്ങള് ഞാൻ ഓളപ്പോ ഞങ്ങള് പുറത്തുനിന്ന് നല്ല കഴിച്ചാല് കടല വാങ്ങാന് 10 കിലോമീറ്റർ പോലെ അതൊരു കാക്കാന്റെ കടല. ഓ അടിപൊളി കടല. കപ്പലണ്ടിയാ കപ്പലണ്ടി കുറെ ദൂരെ പോയി ഇങ്ങനെ ആട്ടി ഉണ്ടാക്കുമ്പോ തന്നെ പ്രത്യേക സത്യം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകല്ലേ. ഇവിടെ വന്നതിന് ശേഷം ജ്യൂസ്
പാവാണ് സത്യത്തിൽ. ഇതാ ഓക്കെ സത്യത്തില് 3 നേരത്തിൽ ഉറക്കം മുറിഞ്ഞ് നമ്മ മരുന്ന് കുടിച്ചില്ലേ അതേമാതിരിയാണ്. ഇഷാന് കുട്ടികളെ ഉറക്കാൻ വേണ്ടിട്ട് പോവും. കുട്ടികൾക്ക് അനസ്തേഷ്യം കൊടുത്തണം മതി. അങ്ങനെ പോകണം കാണാം. അങ്ങനെ ഉറക്കി ഇങ്ങനെ വരും. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ച് പിന്നെ 10 മണിക്ക് കിടക്കാൻ പോകും. ഇപ്പൊ രാത്രി 12 വരുള്ളൂ. അപ്പൊ ഇപ്പോഴും പറയും ഓൻ പറയും ജ്യൂസ് ജ്യൂസ്. എന്നിട്ട് ഇപ്പോഴും ഉറങ്ങി ഇങ്ങനെ വരും. കണ്ണിങ്ങനെ പാവാണ്. ഞാൻ ഓളോട് പറയും ഇജ്ജത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ നിക്കണേ, ഓൻ ഉണ്ടാക്കിക്കോട്ടെ, ഓൻ കുടിച്ചല്ലേ വരുന്നേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് അങ്ങനൊന്നുമില്ല. ഓൾ ആ നേരത്ത് ഉറക്കൊഴിച്ച് എണീറ്റ് വന്ന് ഉണ്ടാക്കി കൊടുക്കണ സ്നേഹം കൊണ്ടാണ്. ചില പെൺകുട്ടികൾ എന്താ പറയല് സമത്താണ് അറിയാണ്ട് ബലം ഉണ്ടാക്കിച്ചു സ്നേഹം ഇല്ലാതാവാണ്. അത് അല്ല നേരെ തിരിച്ചാണെങ്കിൽ എന്താ പറയല് വേറെ പണിയൊന്നുമില്ല മാണി ഉണ്ടാക്കി കുടിച്ചോളി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ 100-ല് 10 ഉണ്ടാവും. ഞാൻ തരാൻ കണ്ടിട്ടില്ല. ഞാൻ സ്വകാര്യത്തിന്റെ ഭാര്യ ഞാനും ചോദിച്ചോക്കട്ടെ വന്നിട്ടില്ല.